പിതാവ് യുവജനങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ മറ്റൊരു ചോദ്യം, പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ യുവജനങ്ങൾക്കിടയിൽ ഒരു നമുക്ക് വേണമെങ്കിൽ പറയാം ഒരു സ്പിരിച്വൽ സ്ലോ പോയിസണിംഗ് ആയിട്ട് പടർന്നു പിടിക്കുന്ന ഒരു കാര്യമാണ് ഫ്രീ തിങ്കിങ്. അതോടൊപ്പം നിരീശ്വരവാദം. പിതാവ് വൈദികനായിരിക്കുമ്പോൾ നിരീശ്വരവാദ പ്രസ്ഥാനങ്ങൾക്കെതിരെയൊക്കെ ശക്തമായി പിതാവിന് ആഞ്ഞടിക്കാൻ സാധിച്ചിരുന്നു. ഈ ഒരു കാര്യത്തിന് നമുക്ക് എങ്ങനെ തടയിടാൻ സാധിക്കും? ഈ നിരീശ്വരവാദ പ്രസ്ഥാനങ്ങളുടെ ഒരു കടന്നുകയറ്റം, പ്രത്യേകിച്ച് ഈ ഫ്രീ തിങ്കിങ് ആ ഒരു മെൻറ്റാലിറ്റിയുടെ ഒരു കടന്നുകയറ്റം നമുക്ക് എങ്ങനെ തടയിടാൻ സാധിക്കും? യെസ്, എനിക്ക് തോന്നുന്നു യുവജനങ്ങൾ യാഥാർത്ഥ്യ ബോധത്തോടെ ചിന്തിക്കാൻ അവരെ പരിശീലിപ്പിക്കുക എന്നുള്ളതാണ്. ഫ്രീ തിങ്കിങ് എന്ന് പറയുന്നതിലൂടെ കടന്നു വന്നത് എന്താണ്? കുടുംബജീവിതം വേണ്ട, വിവാഹ ജീവിതത്തിൻ്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ ഗേ ലെസ്ബിയൻ ചിന്താഗതികളുടെ അതിപ്രസരങ്ങൾ, കൂടിത്താമസത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ എന്ന് പറയുന്നത്. വാസ്തവത്തിൽ അതിലൂടെ സംഭവിച്ച സാമൂഹികമായ മാറ്റം എന്ത് എന്ന് യുവജനങ്ങളെ തുറന്ന് കാണാനും ചിന്തിക്കാനും പ്രേരിപ്പിക്കും. ഫ്രീ തിങ്കിങ് എന്ന് കേൾക്കുമ്പോഴത്തേക്കും നമുക്ക് വളരെ ആകർഷണീയമായി തോന്നാം പ്രിയപ്പെട്ട യുവജനങ്ങളെ. പക്ഷെ അതിലൂടെ സംഭവിച്ച ദുരന്തം എന്ത് എന്ന് ചോദിച്ചാൽ എന്താണ്? നമ്മൾ ഇന്ന് കാണുന്നത് പോലെ കുത്തഴിഞ്ഞ ജീവിത ശൈലികളിലേക്ക് നമ്മൾ മാറിപ്പോകും. സമൂഹത്തെ നിലനിൽക്കുന്ന ഭദ്രമായ കുടുംബ ബന്ധങ്ങൾ ഇന്നില്ലാതെയായിത്തീരുന്നു. ലൈംഗികതയുടെ മേഖലകളിൽ സമ്പൂർണമായ ഒരു അരാജകത്വത്തിലേക്ക് സമൂഹം നീങ്ങിപ്പോകുന്നതിന് ഈ ഫ്രീ തിങ്കിങ് കാരണമായിട്ടുണ്ട്. നമ്മൾ അങ്ങനെ ചിന്തിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഈ ഫ്രീ തിങ്കിങ് പേരിൽ ആകർഷകമാണ് എങ്കിലും അത് സമൂഹത്തെ സമ്പൂർണമായി നശിപ്പിക്കുന്നതാണ്. ഇവിടെ പറഞ്ഞതുപോലെ ശരിക്കും ഒരു സ്ലോ പോയിസണിങ് തന്നെയാണ് ഈ ഫ്രീ തിങ്കിങ് എന്നുള്ളത്. അതിൻ്റെ റിസൾട്ട് നോക്കിക്കൊണ്ട് വിലയിരുത്താൻ യുവജനങ്ങളെ പരിശീലിപ്പിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ ഒരു പ്രതിസന്ധി പരിഹരിക്കാനുള്ള വഴി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ നിരീശ്വരവാദ പ്രസ്ഥാനങ്ങളുടെ ഒരു കടന്നുകയറ്റം ഈ ഒരു ഫ്രീ തിങ്കിങ്ങിൻ്റെ ഒരു വ്യാപനത്തിന് കാരണമായിട്ടുണ്ട്. നിരീശ്വരവാദ പ്രസ്ഥാനങ്ങൾ നമുക്കറിയാം, ഈ പ്രത്യേകിച്ച് സൈദ്ധാന്തികമായ നിരീശ്വരവാദം പറയുന്ന പ്രസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ മതത്തെയും മതവിശ്വാസത്തെയും എതിർക്കുന്ന ഒരു സൈദ്ധാന്തിക നിലപാട് സ്വീകരിച്ചിരുന്നു എന്നുള്ളത് സത്യമാണ്. കത്തോലിക്ക സഭയ്ക്ക് ഇത്തരം നിരീശ്വരവാദ പ്രസ്ഥാനങ്ങളോട് രണ്ട് കാര്യത്തിലാണ് അകലമുണ്ടായിരുന്നത്. ഒന്ന്, ഭൗതികവാദം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിനപ്പുറത്തൊന്നും ഇല്ല എന്ന ചിന്ത. രണ്ട്, വർഗസമരം. ഈ രണ്ട് കാര്യങ്ങളിൽ അവരോട് സഭയ്ക്ക് എതിരുണ്ട്. പക്ഷേ നമുക്കറിയാം, ഈ ഒരു പാർലമെൻ്ററി വ്യവസ്ഥിതിക്കുള്ളിൽ, ജനാധിപത്യത്തിനുള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിക്കും വർഗസമരം ചെയ്യാൻ പറ്റില്ല. അതുപോലെ നക്സലൈറ്റുകൾക്ക് അത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ അത്തരത്തിലൊരു വർഗസമരം അവർ പണ്ടേ ഉപേക്ഷിച്ചതാണ്. അവർ ഇപ്പോൾ പുതുതായിട്ട് ചില വ്യതിയാനങ്ങൾ വരുത്തിയിട്ടുണ്ട്. മതവിശ്വാസം ഞങ്ങൾക്ക് കുഴപ്പമില്ല. വന്ന് കമ്മ്യൂണിസ്റ്റുകാർ ജ്ഞാനസ്നാനപ്പെടുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. സഭ കമ്മ്യൂണിസത്തോട് അടുക്കുന്നു എന്നൊരു ആരോപണം പല വേദികളിൽ ഉയരുമ്പോൾ എനിക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ട്, കമ്മ്യൂണിസ്റ്റുകാർ അവരുടെ അടിസ്ഥാനപരമായ ആശയങ്ങളും സിദ്ധാന്തങ്ങളും മാറ്റിവെച്ചുകൊണ്ട് അവർ ഒരു പൊതുസമൂഹത്തിൻ്റെ വികാരങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് മതവിശ്വാസത്തെ ഉൾക്കൊള്ളുന്ന സമീപനങ്ങളിലേക്ക് അവർ കടന്നു വരുന്നുണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിലല്ല നമ്മൾ കമ്മ്യൂണിസ്റ്റ് സംവിധാനങ്ങളെ, നിരീശ്വര പ്രസ്ഥാനങ്ങളെ എതിർക്കുന്നത്. അതിൻ്റെ ആവശ്യവും സഭയെ സംബന്ധിച്ചില്ല. സഭ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും വക്താവല്ല. അങ്ങനെ ഒരു നിലപാടും സഭയ്ക്കില്ല. ജനാധിപത്യത്തിൽ പൗരന്മാർക്ക് അവരുടെ സ്വാതന്ത്ര്യമനുസരിച്ച് വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട് എന്ന് ചിന്തിക്കുന്നതാണ് സഭയുടെ പ്രഖ്യാപിത നിലപാട് എന്ന് പറയുന്നത്. അതേസമയം സഭയുടെ സത്യവിശ്വാസത്തിന് ഹാനികരമാകുന്ന നിരീശ്വരവാദ പ്രസ്ഥാനങ്ങളിൽ നിന്ന് അകലം സൂക്ഷിക്കണം എന്നുള്ള സഭയുടെ ശക്തമായ പ്രബോധനത്തിന് പോസിറ്റീവായ ഉണ്ടായ ഫലങ്ങളാണ് വാസ്തവത്തിൽ കമ്മ്യൂണിസം നിരീശ്വരവാദം ഉപേക്ഷിക്കുന്ന രീതിയിലേക്ക്, മതവിശ്വാസത്തെ അംഗീകരിക്കുന്ന രീതിയിലേക്ക് മാറുന്നത് എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ.